ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരയർത്തത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും ചേർന്നത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടുകൂടി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരിയൻ കൺവെൻഷന്റെ ഒന്നാമത്തെ ദിനം ഇന്ന്. ഈ ആമുഖമായ ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ മുഴുവൻ നയിക്കണം. ദൈവവചനത്തിന്റെ പൊരുൾ നമുക്ക് തിരിച്ചറിയണം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മിസ്റ്റർ ലൂയി മോൺഫോർട്ട് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭക്തിപൂർവ്വം ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന പിശാചിനെ തകർക്കുന്ന ചുറ്റികയും അവനെ ആട്ടിപ്പായിക്കുന്ന ശത്രുവുമാണ്. ഒരു പ്രാവശ്യം നീ ഭക്തിപൂർവ്വം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പിശാചിനെ തകർക്കുന്ന ചുറ്റികയും അവനെ ആട്ടിപ്പായിക്കുന്ന ശത്രുവുമാണ്. നമുക്ക് ഭക്തിപൂർവ്വം നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതുള്ള വ്യക്തികൾക്ക് സന്തോഷത്തോടെ ഒന്ന് സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ. അച്ഛൻ ആദ്യമായിട്ടാണ് ഈ ധ്യാന ഹോളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായിട്ട് ഈ ധ്യാന ഹോളും ഇതുപോലെ തന്നെ ചുറ്റുപാടൊക്കെ മനോഹരമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈശോ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് വചനം കേൾക്കാനുള്ള സ്ഥലമായി ഈ ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രം മാറിയിരിക്കുക. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ മരിയൻ കൺവെൻഷന് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നത്? നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയോ നിങ്ങളൊന്ന് പറഞ്ഞേ. ഏതാ? എവിടെ? പാതുവായിലോ? ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? ബുർജ് ഖലീഫ. ലൂർദില് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? മെഡ്സുഗോറിയയിൽ അതാണ് മെഡ്സുഗോറിയയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? എവിടെ? വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? എവിടെ? കുറവലങ്ങാട് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെയാ? മെക്സിക്കോ ഗാഡലുപ്പയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാണുകയാണ്, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഏതാനും സ്ഥലങ്ങളിൽ അച്ഛന് പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം? നമുക്ക് ഓരോ സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. സഭയെ തകർക്കുവാൻ വേണ്ടി തിന്മയുടെ ശക്തികൾ എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. സഭയെ തകർക്കാൻ പൈശാച ശക്തികൾ, തിന്മയുടെ ശക്തികൾ എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് കോണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും മാതാവിന്റെ പ്രത്യക്ഷീകരണം, അതുമായി ബന്ധപ്പെട്ട് ഒരു പശ്ചാത്തലം കാണാൻ സാധിക്കും.
പരിശുദ്ധമ്മ 1531 പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഗാഡലൂപ്പെ. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ ഗാഡലൂപ്പെ. ഡിസംബർ 11 ഡോൺ ജുവാൻ എന്ന് പറയുന്ന കർഷകനായ മനുഷ്യന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഈ കർഷകനായ മനുഷ്യൻ തന്റെ വിളവ് തന്റെ സ്ഥലത്തേക്ക് കൃഷിയിടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ സമയം അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനുശേഷം മാതാവ് ഈ കർഷകനായ മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നോക്കിയേ, ഞാൻ സ്വർഗത്തിന്റെ കന്യകയാണ്. സുന്ദരിയായ സ്ത്രീയെ കണ്ടിട്ട് ഈ ദേഹം അന്തം വിട്ട് നിൽക്കുക. ആ സമയത്ത് പറയുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ കന്യകയാണ്. ഇതിനുശേഷം ഇദ്ദേഹത്തോട് പറയുകയാണ്, എനിക്ക് ഇവിടെ ഒരു ദേവാലയം പണിയണം. ഈ സമയത്ത് ഈ കർഷകനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വീട് പണിയാൻ പോലും പൈസയില്ല, പിന്നെയാണ് ഞാനിവിടെ ഒരു ദേവാലയം പണിയാൻ പോകുന്നത്. ആ സമയത്ത് പരിശുദ്ധമ്മ പറഞ്ഞു, നിങ്ങൾ പോയി മെത്രാനിസ്റ്റോട് പറയണം ഇവിടെ ഒരു ദേവാലയം പണിയാൻ വേണ്ടിയിട്ട്. ഈ കർഷകനായ മനുഷ്യനോടി മെത്രാനിസ്റ്റിന്റെ അടുക്കിലേക്ക്. മെത്രാനിസ്റ്റിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ പോരുന്ന വഴിക്ക് ഒരു അത്ഭുതം സംഭവിച്ചു. എന്റെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പറഞ്ഞു, സ്വർഗത്തിന്റെ കന്യകയാണ് എന്ന്. ഇതിനുശേഷം മാതാവിനോട് സംസാരിച്ചു. മാതാവിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരു ദേവാലയം പണിയാൻ മെത്രാനിസ്റ്റോട് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മെത്രാനിസ്റ്റ് ചിരിച്ചു. ഇതിനുശേഷം മെത്രാനിസ്റ്റ് പറഞ്ഞു, ഇവിടെയാണോ ദേവാലയം പണിയാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നേ? അല്ല, ഞാൻ എന്റെ കൃഷിസ്ഥലത്താണ്. ആ സമയത്ത് മെത്രാനിസ്റ്റ് പറഞ്ഞു, മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നതിന് എന്ത് തെളിവുള്ളേ? ആ സമയത്ത് ഈ കർഷകനായ മനുഷ്യന് ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. അന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരുക. അന്ന് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചു, ഇനി എന്റെ മുമ്പിൽ ആരും പ്രത്യക്ഷപ്പെടല്ലേ എന്ന്. എന്നാൽ അടുത്ത ദിവസം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയാണ്. ഈ സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ചു, ഇന്ന് എന്റെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെടല്ലേ എന്ന്. എന്നാൽ രണ്ടാമത്തെ ദിവസം കാണാൻ സാധിക്കും, അതേ സ്ഥലത്ത് തന്നെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. മാതാവ് ഈ കർഷകനായ മനുഷ്യരോട് ചോദിച്ചു, ഞാൻ ഇന്നലെ മെത്രാനിസ്റ്റോട് പറഞ്ഞ കാര്യമൊക്കെ എന്തായി? മെത്രാനിസ്റ്റൻ പള്ളി പണിയേണ്ട കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഈ കർഷകനായ മനുഷ്യൻ ഡോൺ ജുവാൻ പറഞ്ഞു, ഞാൻ മെത്രാനിസ്റ്റോട് പറഞ്ഞു, പക്ഷെ മെത്രാനിസ്റ്റൻ എന്നോട് പറഞ്ഞു മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നതിന് എന്ത് തെളിവുള്ളേ? എനിക്കൊരു തെളിവ് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കർഷകനായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ തൊട്ടടുത്തുള്ള ഒരു കുന്നിൻ ചെരുവിലേക്ക്. ഈ കുന്നിൻ ചെരുവ് ഡിസംബർ മാസമായി കഴിഞ്ഞാൽ മെക്സിക്കോ രാജ്യം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും. അമേരിക്കൻ ഭൂഖണ്ഡം മഞ്ഞ് വീണ് 7 അടി 8 അടി ഒക്കെ മഞ്ഞ് കിടക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മഞ്ഞ് കിടക്കും. നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? മിറ്റമടിക്കും. എന്നാൽ അമേരിക്കയിലും മെക്സിക്കോയുള്ള ആൾക്കാര് ഡിസംബർ മാസമായി കഴിഞ്ഞാൽ മിറ്റടിക്കുകയല്ല ചെയ്യുക, അവര് മഞ്ഞ് മാറ്റുകയായിരിക്കും. മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ടാവും 5-6 അടിയൊക്കെ. ഈ സമയത്ത് ഈ മനുഷ്യനെ ഒരു കുന്നിൻ ചെരുവിന്റെ അവിടെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം കാണുകയാണ് മനോഹരമായിട്ടുള്ള റോസാപ്പൂക്കൾ കൊണ്ടുള്ള റോസാ ചെടികൾ കൊണ്ടുള്ള തോട്ടം. പരിശുദ്ധ അമ്മയുണ്ടല്ലോ, ഓരോ റോസാപ്പൂക്കളും മുറിച്ച് ഈ മനുഷ്യന് മേലങ്കിയിലേക്ക് ഇട്ടുകൊടുത്തു. ഇതിനുശേഷം ഈ മനുഷ്യനോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി മെത്രാനിസ്റ്റിനെ കാണിച്ചു കൊടുക്കാൻ. ഒരിക്കൽ പോലും ഒരു ഇല വളരാൻ സാധ്യയില്ലാത്ത മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ കർഷകനായ മനുഷ്യൻ ഒടുകയാണ്. ഈ മേലങ്കി തുറന്നിട്ട് കഴിഞ്ഞപ്പോ കാണുകയാണ് മനോഹരമായ റോസാപ്പൂക്കൾ കൊണ്ടുള്ള മനോഹരമായ തോട്ടം. പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചുറ്റുപാട് മുഴുവൻ. ആ സമയത്ത് മെത്രാനിസ്റ്റൻ അതിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, 5 വർഷം കൊണ്ട് അവിടെ ഒരു ദേവാലയം പണിയുക. അച്ഛൻ നേരത്തെ പറഞ്ഞു, ഏതെല്ലാം സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലം കാണാൻ സാധിക്കുമെന്ന്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മെക്സിക്കോയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരുപാട് വിഗ്രഹാരാധന നടമാടിയിരുന്ന സ്ഥലമായിരുന്നു. ഒത്തിരിയേറെ അന്ധവിശ്വാസികൾ നടമാടിയിരുന്ന സ്ഥലമായിരുന്നു. ഒരുപാട് വ്യക്തികൾ ഈ അന്ധവിശ്വാസികളുടെ പിന്നാലെ പോയിരുന്നു. എന്തായിരുന്നു മെക്സിക്കോയിൽ നടന്ന ഈ അന്ധവിശ്വാസം? കേട്ടോ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഉണ്ടല്ലോ ഒരു കന്യയുടെ കഴുത്ത് വെട്ടും. ഇതിനുശേഷം സൂര്യദേവനെ അവർ ബലിയർപ്പിച്ചിരുന്നു.
24 മണിക്കൂർ കൂടുന്തോറും ഒരു കന്യയുടെ കഴുത്ത് വെട്ടി സൂര്യദേവന് ബലിയർപ്പിച്ചിരുന്ന ഒരു അന്ധവിശ്വാസം, അരാജകത്വം അവിടെ നടമാടിക്കൊണ്ടിരുന്നു. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇറങ്ങി തിരിച്ചു, പട്ടാളം ഇറങ്ങി തിരിച്ചു. അവർക്കൊന്നും സാധിച്ചില്ല ഈ അന്ധവിശ്വാസത്തിൽ ഈ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധാമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ സുന്ദരിയ, സ്വർഗത്തിൽ വരുന്നു എന്ന്. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മെക്സിക്കോയിലെ ഗാഡലൂപ്പെ എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച അത്ഭുതം നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, 80 ലക്ഷം പേര് കത്തോലിക്ക വിശ്വാസം 5 വർഷം കൊണ്ട് സ്വീകരിച്ചു. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാം. സ്വരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാം. രണ്ടാമത് അവിടെ നടന്ന അത്ഭുതം എന്താണെന്നറിയോ? അന്ധവിശ്വാസത്തെ, ഈ അരാജകത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി പട്ടാളം ഇറങ്ങി തിരിച്ചു, പോലീസ് ഇറങ്ങി തിരിച്ചു, ഈ മെക്സിക്കൻ ഗവൺമെന്റ് ഇറങ്ങി തിരിച്ചു. അവർക്കൊന്നും അതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ എന്നേക്കുമായി ആ അന്ധവിശ്വാസം എന്നേക്കുമായി അവിടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയാണ്. ഈ കർഷകനായ മനുഷ്യന് പരിശുദ്ധാമ്മ തന്റെ മേലങ്കിയിലേക്ക് ആ റോസാപ്പൂക്കൾ ഇട്ടുകൊടുത്തു. ഞാൻ മെക്സിക്കോയിലെ ആ ദേവാലയത്തിൽ ചെന്നിട്ടുണ്ട്. ആ ഗാഡലൂപ്പായിലെ ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് മുകളിൽ ആ മേലങ്കി കാണാൻ സാധിക്കും. ആ മേലങ്കിയിൽ എന്താ സംഭവിച്ചേക്കുന്നതെന്നറിയോ? ഈ മാതാവ് അന്ന് പ്രത്യക്ഷപ്പെട്ടതിന്റെ അതേ രൂപം ആ മേലങ്കിയിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം കാലഘട്ടങ്ങൾ കഴിഞ്ഞു. അത്ര വിലയുള്ള തുണിയൊന്നും അല്ലായിരുന്നു ഈ കർഷകനായ മനുഷ്യൻ ധരിച്ചിരുന്ന്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതൊരിക്കലും നശിച്ചു പോയിട്ടില്ല. അതുപോലെ തന്നെ ആ ഗാഡലൂപ്പയിലെ ആൾത്താരയിലുള്ള മാതാവിന്റെ ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രത്തിന്റെ ഛായാക്കൂട്ടുകളെ കുറിച്ച് ലോകത്തുള്ള ചിത്രകാരന്മാര് എത്ര നോക്കിക്കഴിഞ്ഞിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ഇത്രയും മനോഹരമായി ഈ ഛായക്കൂട്ടുകൾ നിർമ്മിച്ചെന്ന്. കണ്ടോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് സംഭവിച്ച മാറ്റം. ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് മാതാവെന്ന് വിളിക്കുക? ലൂർദി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് മാതാവെന്ന് വിളിക്കുക? മെൻസുഗോറയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് മാതാവെന്ന് വിളിക്കുക? കൊരട്ടിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് മാതാവെന്ന് വിളിക്കുക? കൊരട്ടി മുത്തി. അതുപോലെ വല്ലാർപാടത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്നത് വിളിക്കുക? കുറവലങ്ങാട് പിതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്തെന്ന് വിളിക്കുക? എന്താ കേട്ടില്ല? കുറവലങ്ങാട് അമ്മ, കുറവലങ്ങാട് മുത്തി എന്നൊക്കെ വിളിക്കും. ഞാനൊരിക്കൽ മദ്രാസ് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയേക്കാം. മദ്രാസിലൊരു പള്ളിയുടെ മുകളിൽ ഇവിടെ നിങ്ങൾ മനോഹരമായുള്ളൊരു ഗ്രോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ മദ്രാസിൽ സുനാമിയുടെ പ്രതീകമായിട്ടുണ്ടല്ലോ, ഒരച്ഛൻ ഒരു പള്ളിയുടെ മുമ്പിൽ ഗ്രോട്ടം ഉണ്ടാക്കി വെച്ചേക്കുക. ഒരു മരത്തിന്റെ മുകളിലാണ് മാതാവിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സുനാമിയുടെ പ്രതീകമായിട്ട് അച്ഛൻ അവിടെ ചെയ്തത്. ധ്യാനം കഴിഞ്ഞ് ആ പള്ളിയിൽ പോകുന്ന സമയത്ത് 3 വയസ്സുള്ള ഒരു കുഞ്ഞും അവന്റെ അമ്മയും കൂടിയെ പോകുന്നേ. ആ സമയത്ത് ഈ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ അതെന്ത് മാതാവാ? ആ സമയത്ത് ആ അമ്മ കൊച്ചിന് പറഞ്ഞു കൊടുത്ത്, മോളെ അത് മരങ്കേറി മാതാവാന്നാ തോന്നേ. ലോകത്തിന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ നമുക്ക് സ്വർഗം തന്ന അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാം. സ്വരം ഉയർത്തി ഹല്ലേലൂയാം. വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അടുത്ത സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ ലൂർദ്. ലൂർദിലെ പരിശുദ്ധ അമ്മ 1857 പ്രത്യക്ഷപ്പെടുന്നത്. ബർണദീത്ത പുണ്യവതിക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഏത് സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടോ അതിനെ പിൻചൊല്ലി ഒരു ചരിത്രം കാണാൻ സാധിക്കും. എന്നാ നമ്മൾ കാണുകയാണ്, ഇതാ ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഈ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചൊക്കെ ചരിത്രത്തെ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ലൂർദ് എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രഞ്ച് റവല്യൂഷൻ 1789 ആരംഭിക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ നേതൃത്വം കൊടുത്ത വ്യക്തികൾ എന്താ ചെയ്തതെന്നറിയോ? ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഗവൺമെന്റിനെതിരായി തുടങ്ങിയിട്ടുള്ള ഈ വിപ്ലവമായിരുന്നുവെങ്കിൽ അതിന്റെ തിക്തഫലങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്.
പരിശുദ്ധ കത്തോലിക്ക സഭ വലിയ പീഡനങ്ങളിലൂടെ, വലിയ വേദനകളിലൂടെ ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ പോകേണ്ടി വന്നു. അന്ന് ആ കാലഘട്ടത്തിൽ 30,000-ഓളം വൈദികരുണ്ടായിരുന്നു ഫ്രാൻസിൽ. 30,000-ഓളം വൈദികരെ ആ കാലഘട്ടത്തിൽ നാടുകടത്തി. മാത്രമല്ല, സന്യാസ സമൂഹങ്ങൾ നിർത്തലാക്കി, സന്യാസ വ്രതങ്ങൾ വേണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചു. നമ്മുടെയൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പരിപാടികൾ നടത്തണമോ ഗവൺമെന്റ് അനുവാദം വേണമെന്ന് അവർ നിഷ്കർഷിച്ചു. പല രീതിയിലും ഇതാ ഞെരുക്കങ്ങളുടെ ക്രൈസ്തവ സഭ പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത് അവരെന്ത് ചെയ്തെന്നറിയോ? അവർ ചെയ്തൊരു കാര്യമാണ്. ഈ ഫ്രാൻസിലെ ഏറ്റവും മനോഹരമായ ദേവാലയമാണ് നോട്ടർഡെയിം കത്തീഡ്രൽ. ഈ നോട്ടർഡെയിം കത്തീഡ്രൽ ഫ്രഞ്ച് റവല്യൂഷൻ നേതൃത്വം കൊടുത്ത വ്യക്തികൾ ചെയ്തതോ, ഫ്രഞ്ച് റവല്യൂഷന് നേതൃത്വം കൊടുത്ത വ്യക്തി കിരാതമായിട്ടുള്ള കാര്യം ചെയ്തത്, ആ ഫ്രാൻസിലെ ഒരു വേശ്യ സ്ത്രീയെ കൊണ്ടുപോയി ബലിപീഠത്തിൽ കിടത്തി. ഏതെല്ലാം രീതിയിലുള്ള മ്ലേച്ഛത കാണിക്കാൻ സാധിക്കുകയോ ബലിപീഠത്തിൽ അതുപോലത്തെ മ്ലേച്ഛതകളെല്ലാം കാണിച്ചുകൂട്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വേദനിക്കുക സഭ, ഒരുപാട് വേദനയുടെ കടന്നുപോകിയ സഭ. ആ സമയത്ത് കാണാൻ സാധിക്കും, ഇതാ പരിശുദ്ധാമ്മ ലൂർദ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവ കന്യയാണ് എന്ന് പരിശുദ്ധാമ്മ അവിടെ പ്രഖ്യാപിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, സഭയെ തകർക്കാൻ തിന്മയുടെ ശക്തിയല്ല എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വരിക. ലോകത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നുണ്ട് കേരളത്തിലെ ധ്യാന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന്. കേരളത്തിൽ 106ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടെ എല്ലാം സംഭവിക്കുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളെക്കാൾ കൂടുതൽ അത്ഭുതങ്ങളും രോഗശാന്തികളും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർദ്. വലതുകരെ ഉയർത്തിയത് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂർദ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതാ കഠിന പാപികളായ വ്യക്തികളൊക്കെ ഈ ലൂർദിൽ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് എന്ന് കഴിയുമ്പോ അവര് പൊട്ടിക്കരയത് കണ്ടിട്ടുണ്ട്. അവരിലേക്കൊരു പശ്ചാത്താപത്തിന്റെ കണ്ണുനീര് അവരിലേക്ക് ഇറ്റിറ്റ് വീഴുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരം നടത്താൻ അവിടെ പരിശുദ്ധാമ്മ ഈ ജനത്തെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ലൂർദിൽ സംഭവിച്ചൊരു അത്ഭുതം ഞാൻ പറയാം. ഏതാനും നാളുകൾക്ക് മുമ്പ് അച്ഛൻ വായിച്ച ഒരു ലൂർദിൽ ഇതേപോലെ രോഗികളായ വ്യക്തികളെ കൊണ്ടുവന്ന് കിടത്തും. ആ രോഗികളെ കൊണ്ടുപോയി സൗഖ്യം പ്രാപിച്ച് ആ രോഗികളുടെ സ്ട്രെച്ചറുകളുണ്ട്, വീൽ ചെയറുകളുണ്ട്, അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത്രമാത്രം സൗഖ്യങ്ങൾ, രോഗശാന്തികൾ ലൂർദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ലൂർദിൽ കാണാൻ സാധിക്കും, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് ഒരു അപ്പനും അമ്മയുണ്ടല്ലോ തന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുക. അവന് 12 വയസ്സായി. അവന് നടക്കാൻ പറ്റില്ല, തളർന്നു കിടക്കുക. ഈ കുഞ്ഞിനെ കൊണ്ട് ലൂർദിൽ കൊണ്ടുവന്നിരിക്കുക. ഈ മാതാപിതാക്കൾ കൊണ്ടുപോകേണ്ട എല്ലാ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിനൊരു സൗഖ്യം കിട്ടുന്നില്ല. കുഞ്ഞ് കിടന്ന കിടപ്പിൽ തന്നെയാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മാതാപിതാക്കളോട് ആരോ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ലൂർദിൽ പൊക്കോ, അവിടെ മാതാവ് കുഞ്ഞിന് സൗഖ്യം കൊടുക്കുമെന്ന്. ഈ മാതാപിതാക്കൾ വലിയ ത്യാഗത്തോടുകൂടെ, വലിയ വിശ്വാസത്തോടുകൂടെ ഈ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല പ്രദർശനമുണ്ട്. മാത്രമല്ല, അവിടെ ജപമാല പ്രദർശനത്തിന് ശേഷം രോഗികളുടെ അടുക്കിലേക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആശീർവാദം കൊടുക്കും. ആ സമയത്ത് അത്ഭുത രോഗശാന്തികളൊക്കെ അവിടെ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് മാതാപിതാക്കൾ കിടത്തിയിരിക്കുകയാണ്. അവർ ജപമാല പ്രദർശനത്തിൽ പങ്കെടുത്തു. ആ മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചു, ഈശോയെ എന്റെ കുഞ്ഞിനെ ഇപ്പൊ സൗഖ്യപ്പെടുത്തുമെന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം അവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? ഈ കുഞ്ഞിന് ഒരു സൗഖ്യവും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ ജപമാല പ്രദർശനം ആരംഭിച്ചു. അതുപോലെ ദീപികാരുടെ പ്രദർശനമൊക്കെ ആരംഭിച്ചു. ഈ കുഞ്ഞിന്റെ അടുത്ത് വന്ന് പരിശുദ്ധ കുർബാന കൊണ്ട് ആശീർവാദം കൊടുത്തു. ആ തളർന്നു കിടക്കുന്ന കുഞ്ഞ് അതേപോലെ തളർന്നു കിടക്കുക. എന്നാൽ മൂന്നാമത്തെ ദിവസം എന്താ സംഭവിച്ചതെന്നറിയോ? മൂന്നാം ദിവസം ഈ മാതാപിതാക്കൾ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, ഈശോയെ ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും.
ഈശോയെ, ഇന്ന് നീ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. 3-ാം ദിവസം ദീപികാരുടെ ജപമാല പ്രദർശനം കഴിഞ്ഞു. ഇതിനുശേഷം ദീപികാരുടെ പ്രദർശനമായി ഓരോ രോഗികളുടെ അടുക്കിലേക്ക് പരിശുദ്ധ കുർബാന കൊണ്ടുവരുന്നു. ഓരോ രോഗികളുടെ അടുത്ത് ആശീർവാദം കൊടുക്കുക. ഈ കുഞ്ഞിന്റെ അടുക്കൽ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ഈ കിടന്ന കുഞ്ഞ് ഒരു കാന്തത്തിലേക്ക് ആകർഷിക്കുന്ന പോലെ കൈകൾ ഇതാ ഉയർന്നു വരുന്നു, ഇതാ ശരീരം ഉയർന്നു വരുന്നു. ആ കുഞ്ഞ് ഇതാ എഴുന്നേറ്റിരിക്കുന്നു. ആ കുഞ്ഞ് ആ വീൽ ചെയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ഈശോയുടെ മുമ്പിൽ കൈ ഉയർത്തി ആ കുഞ്ഞ് നിൽക്കുക. കരങ്ങൾ അടിച്ചെന്ന് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പ്രിയപ്പെട്ടവരെ വചനം പറയുന്നേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിക്കും. വചനം പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ഒന്ന് ഉറക്കെ പറഞ്ഞ്, അച്ഛൻ പറയാതെ എല്ലാരും ഉറക്കെ പറഞ്ഞ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ, നിങ്ങൾക്ക് അത് കിട്ടും. അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയുണ്ട്. അവളാണ് പരിശുദ്ധ കന്യാമറിയം. നിങ്ങൾ എന്നിൽ വസിച്ചോ, യേശുവിൽ വസിച്ചോ, യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവളുടെ ചോദ്യങ്ങൾക്ക് സ്വർഗത്തിന് നിഷേധിക്കാൻ കഴിയില്ല. അവളുടെ മാധ്യസ്ഥം, അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ കഴിയാത്ത മാധ്യസ്ഥമാ. കാരണം എന്താ? നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയാ. ആ അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ കഴിയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 3-ാമത്തെ സ്ഥലം അച്ഛൻ പറയാം, ഫാത്തിമയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച സ്ഥലമാണ് ഫാത്തിമ. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ 3 കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് 3 കുഞ്ഞുങ്ങളുടെ പേരുകള്? ഫ്രാൻസിസ്കോ, ജസീന്ത, ലൂസി. ഈ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയത്തും അതിനും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അച്ഛൻ ഒന്നാം പറഞ്ഞു, ഗാഡലുപ്പെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ചരിത്ര പശ്ചാത്തലം അന്ധവിശ്വാസം നടപാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ. വീണ്ടും ഫ്രാൻസിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലം അച്ഛൻ പറഞ്ഞു, അതിന് പിന്നെ കാണാൻ സാധിക്കും ഈ ഫ്രഞ്ച് റവല്യൂഷനും ബലിപീഠത്തെയൊക്കെ ഏതെല്ലാം രീതിയിൽ മ്ലേച്ഛത കാണിക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൂട്ടിയത്. എന്നാൽ അടുത്ത് നമ്മൾ കാണുകയാണ് മാതാവ് പ്രത്യക്ഷം അടുത്തൊരു സ്ഥലമാണ് ഫാത്തിമ. 1917 പരിശുദ്ധാമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോ ലോകം തന്നെ എന്തെന്നില്ലാത്ത രീതി ഒരു അരക്ഷിത അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. കാരണം ലോകത്തിൽ 1-ാം ലോക മഹായുദ്ധം നടന്നിരിക്കുകയാണ്. അതിൻ്റെതായ കെടുതികളിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ലോകം മുഴുവൻ ശീതസമരം നടന്നുകൊണ്ടിരിക്കുക, കോൾഡ് വാർ. ഏത് രീതിയിലും ലോകം മുഴുവൻ ഏത് സമയം ലോകം മുഴുവൻ ഇതുപോലെ യുദ്ധത്തിന്റെ പിന്നാലെ സമാധാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പരിശുദ്ധമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. അച്ഛനൊരിക്കൽ വായിച്ചൊരു പുസ്തകത്തിന്റെ പേരാണ് ഫാത്തിമ ഓൺ ലൂസിയസ് വേഴ്സ്. ലൂസി ഇതിന്റെ ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. 2 കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എന്നാൽ ലൂസി ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെന്റിൽ ചേർന്നു. ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോ ലൂസിയോട് അവിടുത്തെ മെത്രാനസ് പറയുകയാണ്, അന്ന് ഫാത്തിമയിൽ 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ പരിശുദ്ധമ്മ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. അതെങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒന്ന് എഴുതി തരാവോ? ആ സമയത്ത് അവൾ എഴുതാൻ തുടങ്ങി. മെത്രാനസിന് വേണ്ടി അവൾ എഴുതാൻ തുടങ്ങി. ആ സമയത്ത് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതും ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങൾ ആ ലൂസിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ലൂസി അത് മുഴുവൻ എഴുതിയ പുസ്തകമാണ്
ഫാത്തിമ ഓൺ ലൂസിയസ് വേഴ്സ് എന്ന് പറയുന്ന പുസ്തകം. അതിന്റെ അകത്ത് ലൂസി പറയുന്നൊരു കാര്യമുണ്ട്. മാതാവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾക്ക് പ്രതിഷ്ഠപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോ അതീവ സുന്ദരിയായ സ്ത്രീ, അത് ഞങ്ങളൊന്ന് പകച്ചുപോയി, ഇത് ഏത് സ്ത്രീയാണ് എന്നുള്ളത്. പിന്നീട് ഞങ്ങളോട് പറഞ്ഞു, ഇതാ ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, ഞാൻ പരിശുദ്ധ കന്യാമറിയമാണ് എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്ക് മാതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ പ്രായം നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. 7 വയസ്സും 9 വയസ്സും 11 വയസ്സുള്ള കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫ്രാൻസിസ്കോ ചോദിച്ചു, സ്വർഗത്തീതല്ലേ വരുന്നേ? ഞങ്ങളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു അമ്മച്ചി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര് ത്രേസ്യാമ്മ. ആ ത്രേസ്യാമ്മ വെച്ച് ഇപ്പൊ എവിടെയാണ്? ആ സമയത്ത് മാതാവ് പറഞ്ഞു, ത്രേസ്യാമ്മച്ചിയല്ലേ, ആ അമ്മച്ചി ഇപ്പൊ സ്വർഗത്തിലുണ്ട്. അപ്പൊ ലൂസി അടുത്ത് ചോദ്യം ചോദിച്ചു. അതിനു മുമ്പ് കുറച്ചുകൂടി ദിവസം മുമ്പ് വേറൊരു ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ എവിടെയാ? ആ സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, ആ ചേട്ടൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. വീണ്ടും അടുത്ത കൊച്ചു ചോദിച്ചു, ഇന്നാള് വേറൊരു ചേട്ടൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ആ ചേട്ടന്റെ അവസ്ഥ എന്താ? ആ സമയത്ത് മാതാവ് പറഞ്ഞു, ആ ചേട്ടൻ ഇതാ തീ നരകത്തിലേക്കാ പോയിരിക്കുന്നേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഈശോയെ, മാതാവേ, ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരാവോ? അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി. മാതാവ് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗം കാണിച്ചു തരാം. അങ്ങനെ എന്താണോ ലൂസി കണ്ടത് അത് മുഴുവൻ ആ പുസ്തകത്തിന്റെ അകത്ത് അവൾ വെളിപ്പെടുത്തിയിരിക്കുക. ഈ സമയത്ത് സ്വർഗത്തിന്റെ ദർശനം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഈ സമയത്ത് അവര് കാണുകയാണ് സ്വർഗം, മാലാഖമാര്, ദൈവദൂതന്മാര്, വിശുദ്ധാത്മാക്കള്, പരിശുദ്ധാമ്മ, അതൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യൗസേപ്പിതാവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്വർഗത്തിന്റെ ദർശനം കണ്ടു കഴിഞ്ഞപ്പം ഫ്രാൻസിസ്കോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുഖത്ത് എന്താ ഒരു മ്ലാനത, സന്തോഷമില്ലാതെ? ആ സമയത്ത് പരിശുദ്ധമ്മ ഈ 3 കുഞ്ഞുങ്ങളോട് പറയുക, പിതാവായ ദൈവത്തിന്റെ മുഖത്ത് സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പിതാവായ ദൈവം അതീവ ദുഃഖത്തിലാണ്. കാരണം തന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി, ഈ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ ഏകപുത്രൻ തന്റെ കുരിശുമരണം, പീഡാസഹനം, കുരിശുമരണം, ഉദ്ധാനത്തിലൂടെ ഈ മനുഷ്യനെ വീണ്ടെടുത്തു. ഇതിനു ശേഷം ഇന്നും ആ രക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവിടുന്ന് കൂദാശകൾ അവിടുന്ന് നമുക്ക് സ്ഥാപിച്ചു തന്നു. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവർക്ക് കൂദാശ വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, രക്ഷയുടെ കൂദാശ വേണ്ട, അവർക്ക് കുമ്പസാരം വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യർ താന്തോന്നികളായി ജീവിക്കുന്നു. ഈ ആമ്പാറ്റകൾ പോലെ ഇന്ന് മനുഷ്യർ തീ നരകത്തിലേക്ക് ഇതാ ഇറ്റിറ്റ് വീടുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധമ്മ ഈ കുഞ്ഞുങ്ങളോട് പറയുക. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു തന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഏകപുത്രൻ തന്റെ കുരിശുമരണം, പീഡാസഹനം, ഉദ്ധാനത്തിലൂടെ മനുഷ്യനെ രക്ഷിച്ചു. ആ രക്ഷയുടെ അനുഭവം ഇന്ന് സഭയിൽ തുടരുന്നതിന് വേണ്ടി അവിടുന്ന് കൂദാശകൾ സ്ഥാപിച്ചു. എന്നാൽ മനുഷ്യന് ഇന്ന് കൂദാശ ജീവിതം വേണ്ട, പാപത്തിൽ മനുഷ്യൻ മുഴുകി ജീവിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട. മനുഷ്യൻ ലോകത്തിൻ്റെതായ ആർഭാടങ്ങളും ചിന്തകളുമായി മനുഷ്യൻ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയ ഞാൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് നരകം കാണിച്ചു തരാവോ? സ്വർഗം കാണിച്ചു കൊടുത്തു, നീ നരകം കാണിച്ചു തരാവോ? അതിന് മുമ്പ് ഒരു സംഭവം കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മച്ചി സ്വർഗത്തിൽ പോകണ്ടേ? ഈ അമ്മച്ചിക്ക് സ്വർഗത്തിൽ പോകണം. ആ അമ്മച്ചിക്ക് എവിടെ പോകണ്ടേ? എവിടെയാ? സ്വർഗത്തിൽ പോകണം. മോളെ, നിനക്ക് എവിടെ പോകണ്ടേ? അമ്മച്ചിക്ക് എവിടെ പോകണ്ടേ? ഉറക്കെ പറഞ്ഞു എവിടെ പോകണ്ടേന്ന്. ഇപ്പൊ പറയുന്ന പോലെ ഇരിക്കും. എവിടേക്ക് പോകണ്ടേ? അതിന്റെ അപ്പുറത്തിരിക്കുന്ന അമ്മച്ചിക്കോ? അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കോ?
എല്ലാവർക്കും പോകേണ്ടത് എവിടെയാ? സ്വർഗത്തിലാ. എന്ന സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ 3 കുഞ്ഞുങ്ങൾ പരിശുദ്ധാമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മ ഈ 3 കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, മക്കളെ, 1 പ്രാർത്ഥിക്കണം, 2 പ്രായശ്ചിത്തം ചെയ്യണം, 3 ജപമാല ചൊല്ലണം, 4 മാതാവ് അവർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാ, ഓ എന്റെ ഈശോയെ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. ഓ എന്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ആരോ ഉണ്ടാക്കിയെടുത്ത പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധമ്മ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ്. ഒന്നുറക്കെ ഒന്ന് ചെല്ലിയെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ചെല്ലിയെ, ഓ എന്റെ ഈശോയെ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാരും ചേർന്ന് ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള കാര്യം പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, 3 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് മാതാവ് പറയും, ഈ പ്രാർത്ഥനയിലേക്കോ, ഓ എന്റെ ഈശോയെ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെ വിശേഷിച്ച അങ്ങേ സഹായം കൂടുതലുള്ള ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ ഈ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതാ. വീണ്ടും പരിശുദ്ധ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് നരകം കാണിച്ചു തരാവോ? സ്വർഗം കണ്ടു, ഇനി നരകം ഞങ്ങൾക്ക് കാണണം. ആ സമയത്ത് മാതാവ് പറഞ്ഞു, ഞാൻ നരകം കാണിച്ചു തരാം. 3 കുഞ്ഞുങ്ങളെയും ഈ അമ്മ നരകം കാണിച്ചു കൊടുക്കുക. ലൂസി ഈ പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചേക്കുക, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് ആ നരകൊന്ന് നോക്കി വെക്കാൻ കഴിഞ്ഞുള്ളൂ. അത്രയും ഭീകരമായിരുന്നു, അത്രയും ഭയാനകമായിരുന്നു, അത്രയും വേദനാജനകമായിരുന്നു. നരകത്തിൽ കിടന്ന് പിടയുന്ന ആത്മാക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലൂസി എഴുതി വെച്ചിരിക്കുക, ഒരിക്കലും ഒരമ്മ തന്റെ മക്കളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാറില്ല. എന്നാ പരിശുദ്ധ അമ്മ ഈ 3 കുഞ്ഞുങ്ങൾക്ക് വളരെ വേദനാജനകമായ നരകത്തിന്റെ ദർശനം കൊടുത്തിരിക്കുക. ഈ കുഞ്ഞു മക്കൾക്ക് അതിന് കാരണം എന്താണെന്നറിയോ? ഒരു വ്യക്തി പോലും നരകത്തിൽ പോകരുത് എന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. നരകത്തിന്റെ ദർശനം കണ്ട വ്യക്തിയെ പിന്നീട് ഒരിക്കലും അവിടെ ജീവിതത്തെ കാണാൻ സാധിക്കും. വിശുദ്ധമായ ജീവിതം നയിച്ചിട്ടുള്ളൂ, പ്രാർത്ഥനയുടെ ജീവിതമാണ് നയിച്ചിട്ടുള്ളൂ, പ്രായശ്ചിത്തത്തിന്റെ ജീവിതമാണ് അവർ നയിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കാണാൻ സാധിക്കും. അവിടെ ജീവിതം മാറിയ പിന്നീട് അവിടെ പ്രാർത്ഥനാ ജീവിതം മാറിയത് കുഞ്ഞുങ്ങളാ. 7 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥനാ ജീവിതം മാറിയ. എല്ലാ ദിവസവും ആടുകളെ മേയ്ക്കാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടും. ഈ സമയത്ത് കുഞ്ഞുങ്ങളോട് അമ്മ പറഞ്ഞു വിടാറുണ്ട്, മക്കളെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് കൊന്ത ചൊല്ലിയിട്ടാണ് മക്കൾ ഊണ് കഴിക്കാൻ പാടുള്ളൂ. ആ സമയത്ത് 2 കുഞ്ഞുങ്ങളല്ലേ, അവര് ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്ന കൊന്ത ചൊല്ലുക എന്നുള്ള കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്നു, എന്നിട്ട് ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കൊന്ത എല്ലുക എന്നുള്ളത്. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യാന്നറിയോ? കുഞ്ഞുങ്ങൾ കൊന്ത ചെല്ലും, അനുസരിക്കുകയായിരുന്നു. എങ്ങനെ കൊന്ത ചെല്ലുന്നതെന്നറിയോ? ഫ്രാൻസിസ്കോ ചെല്ലും, നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി. അപ്പൊ ലൂസി മറ്റേ കൊച്ചുകൂടി പരിശുദ്ധം ഡാൻഡമ്മേ, നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, പരിശുദ്ധം ഡാൻഡമ്മേ, നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, പരിശുദ്ധ തമ്പുരാന്റമ്മേ. ഇങ്ങനെ ഷോർട്ടായിട്ടുള്ള കൊന്തയായിരുന്നു, അങ്ങോട്ട് കൊന്തയില്ല. അങ്ങനെയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നാൽ മാതാവ് നരകത്തിന്റെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയതിനു ശേഷം കാണാൻ സാധിക്കും. ഈ കുഞ്ഞുങ്ങൾ പരിത്യാഗത്തോടുകൂടെ ജപമാലയെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 കരകളും വിളിച്ചു പിടിച്ച് 7, 9, 11 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അവർ പിന്നെ പരിഹാര ജീവിത അവിടെയുള്ള മുള്ളിന്റെയൊക്കെ വള്ളികൾ ഉണ്ടായിരുന്നു, അതൊക്കെ തന്റെ ശരീരത്തിൽ ചുറ്റി അവർ പരിഹാരം ചെയ്യുമായിരുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ പരിഹാര ജീവിതത്തെ കാണാൻ സാധിക്കും. മാതാവ് അവരോട് പറയുകയാണ്, രാത്രിയാവുമ്പോ ഈ പരിഹാരം ചെയ്യുന്ന ഇതൊക്കെ നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് കിടന്നേക്കണം. അവരത് അനുസരിച്ചിരുന്നു. ഇതുപോലെ അമ്മ കൊടുത്തു വിട്ടിരുന്ന ഭക്ഷണം ഉണ്ടല്ലോ,
അവരെന്ത് ചെയ്യും? പാവപ്പെട്ട വ്യക്തികൾക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആ കുഞ്ഞുങ്ങൾ പച്ചവെള്ളം മാത്രം കുടിച്ച് ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് പട്ടിണി കിടന്നിരുന്നു. പരിത്യാഗത്തൻ ജീവിതം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടെ മാതാവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. അത് ലോകത്തിലെ എല്ലാ മെത്രാമാരുടെ മുമ്പിലും ഈ കുഞ്ഞുങ്ങൾ പറയാൻ ശ്രമിച്ചു, മാർപ്പാപ്പയുടെ മുമ്പിൽ പറയാൻ ശ്രമിച്ചു. അത് ഇങ്ങനെയായിരുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകം മുഴുവനെയും പ്രത്യേകിച്ച് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1917 ഓർക്കണം. 100 ആ കാലഘട്ടത്തിൽ മാതാവ് കുഞ്ഞുങ്ങൾക്ക് പ്രതിഷ്ഠപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ലോകം മുഴുവനെയും പ്രത്യേകിച്ച് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇത് മാർപ്പാപ്പമാരോട് പറഞ്ഞു. എന്നാൽ മാർപ്പാപ്പമാർക്ക് ഇത് എന്താ കാര്യം മനസ്സിലാവുന്നില്ല. അവരൊന്നും അത് വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ ലോകത്തിൽ അരക്ഷിതാവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. 2ാം ലോക മഹായുദ്ധം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം വീണ്ടും കാണാൻ സാധിക്കും, റഷ്യ വലിയൊരു ആണവശക്തിയായി മാറിയിരിക്കുന്നു. UNO ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ പ്രധാന സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ റഷ്യയുടെ ഒരു നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നിസ്സാരങ്ങളാണ്. ഞങ്ങൾക്ക് അമേരിക്കയെ തകർക്കാൻ 2 മിനിറ്റ് മതി, അത്രയും ആണവശക്തി ഞങ്ങളുടെ കയ്യിലുണ്ട്. യൂറോപ്പിനെ മുഴുവൻ ഞങ്ങൾക്ക് കത്തിച്ചാമ്പലാക്കുവാൻ ഞങ്ങൾക്ക് 3 മിനിറ്റ് മതി, ഞങ്ങളുടെ കയ്യിൽ അത്രയും ആണവായുധങ്ങളുണ്ട്. ലോകം മുഴുവൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ് റഷ്യയുടെ സ്വരം കേട്ടിട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു, റഷ്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാൻ സാധിക്കും, പരിശുദ്ധ അമ്മ വീണ്ടും ആ കാലഘട്ടത്തിൽ പല വ്യക്തികൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. എന്നാൽ ജോൺ പോൾ 2 മാർപ്പാപ്പ 1984 മാർച്ച് 25 ചെയ്ത് എന്താണെന്നറിയോ? ലോകം മുഴുവനുമുള്ള എല്ലാ മെത്രാന്മാരുടെ ആത്മീയ ഐക്യത്തോടുകൂടെ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. എന്നാൽ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. പിന്നീട് കാണാൻ സാധിക്കും, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയോടുകൂടെ ലോകത്തിൽ വലിയ മാറ്റങ്ങളെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞു, ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങളും ഇത് ഫാത്തിമയിൽ മെയ് 13 എത്തിച്ചേരണം. 1984 മെയ് 13 10 ലക്ഷത്തോളം യുവജനങ്ങൾ ഫാത്തിമയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ഒരു രാത്രി മുഴുവൻ ആ യുവജനങ്ങൾ രാവും പകലും കരങ്ങളിൽ ജപമാലയെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഒരു രാത്രി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എന്ത് അത്ഭുതം സംഭവിക്കുക. നമ്മളൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാ. എന്നാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എന്ത് അത്ഭുതം സംഭവിക്കുക. റഷ്യയിൽ നമ്മൾ കാണുക, ഫാത്തിമയിൽ 10 ലക്ഷത്തോളം യുവജനങ്ങൾ കരകളിൽ ജപമാലയെടുത്ത് വിളിച്ച് ജപമാല ചൊല്ലി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു, റഷ്യ 25 വർഷം പുറകിലേക്ക് പോയിരിക്കുന്നു. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ രാത്രിയിൽ റഷ്യയുടെ അണുവായുധങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു അഗ്നിബാധ ഉണ്ടാവുക, വലിയ നാശനഷ്ടം ഉണ്ടാവുകയാണ്. ഈ അണുവായുധ ശേഖരങ്ങളുടെ ഫാക്ടറി കത്തി നശിക്കുന്നു. മാത്രമല്ല അവിടെ സ്ഫോടനമുണ്ടാകുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത 300ഓളം ശാസ്ത്രജ്ഞന്മാരെ അവിടെ കത്തി അമരുകയാണ് ചെയ്തത്. റഷ്യ 25 വർഷം പുറകിലേക്ക് പോയി. എപ്പോ ഇതാ അവരന്ന് വീമ്പിളക്കിയിരുന്നു. അമേരിക്കയെ തകർക്കാൻ ഞങ്ങൾക്ക് 3 മിനിറ്റ് മതി, യൂറോപ്പിനെ തകർക്കാൻ ഞങ്ങൾക്ക് 5 മിനിറ്റ് മതി. എന്നാൽ ഈ ജപമാല ചൊല്ലി ഒരുപറ്റ യുവജനങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ റഷ്യയുടെ അണുവായുധങ്ങൾ ഇരിക്കുന്ന ആ ഫാക്ടറി കത്തി ചാമ്പലായി എന്ന്
അന്ന് പത്രങ്ങളിൽ വായിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ കയ്യിലൊക്കെ ജപമാലകളുണ്ട്. ഈ ജപമാലയുടെ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമല്ല, കമ്മ്യൂണിസം അവിടെ എന്നേക്കുമായി തകർന്നു വീഴുക, അവരുടെ ആണുവായു ശക്തി അവിടെ തകരുക. ഈ കാലഘട്ടത്തിലും ലോകം മുഴുവൻ അസ്വസ്ഥതകളുടെയും യുദ്ധത്തിലൂടെയും അസമാധാനത്തിലൂടെയും കടന്നു പോകുമ്പോ നമ്മുടെ കയ്യിൽ പരിശുദ്ധാമ്മ അതിനേക്കാൾ വലിയൊരു ശക്തി നൽകിയിട്ടുണ്ട്, അതിനേക്കാൾ വലിയൊരു ആയുധം നൽകിയിട്ടുണ്ട്. അതാണ് ജപമാല. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, ഹല്ലേലൂയാം. മെക്സിക്കോറിയയില് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. സമുദ്രതാരമായ പരിശുദ്ധമ്മ. ഈ കാലഘട്ടത്തിലും മെക്സിക്കോറിയയില് അനേകം മിഷണറിമാരായ വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മയുടെ ഈ വിഷൻ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും മെക്സിക്കോറിയ കുന്നിൻ ചെരുവുകളിൽ പരിശുദ്ധ അമ്മ സമുദ്രതാരമായി ഇറങ്ങി വരുന്ന അനേകം മിഷണറിമാരായ വ്യക്തികൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മിഷണറിമാരായ വ്യക്തികൾ പറയുന്നത് ഇങ്ങനെയാ: പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരാ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കരയുക. നമ്മളൊക്കെ കരയുമ്പോ കണ്ണുനീരിന്റെ കളറ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ കരയുമ്പോ ആ കണ്ണുനീര് എങ്ങനെയാണെന്നറിയോ? രക്തത്തുള്ളികളാ ഇറ്റിറ്റ് വീണോണ്ടിരിക്കുന്നത്. ഈ രക്തത്തുള്ളികളാ അമ്മയുടെ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീണോണ്ടിരിക്കുന്നത്. എന്റെ മിഷണറിമാരായ വ്യക്തികളോട് പറയുക, പരിശുദ്ധ അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട്. മനുഷ്യൻ മുഴുവൻ ലോകത്തിന് പിന്നാലെ, പാപത്തിന് പിന്നാലെ ജീവിക്കുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ പരിഹാരം ചെയ്യണം, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, പരിത്യാഗം, പരിഹാര ജീവിതം പരിശുദ്ധ അമ്മ മെക്സിക്കോറിയയിലും ഗാഡലുപ്പിയിലൊക്കെ നമുക്ക് തരുന്ന സന്ദേശ. അമ്മയുടെ കണ്ണുനീരൊപ്പണ്ട ദൗത്യ മക്കളെ ഈ കൺവെൻഷനിലൂടെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ ഏതെല്ലാം ദേശങ്ങളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അതിന്റെ ഒക്കെ പിന്നിൽ കാണാൻ സാധിക്കും ഒരു പശ്ചാത്തലമുണ്ട്. ഈ കാലഘട്ടത്തിൽ അമ്മയെ കാണാൻ സാധിക്കുന്നു. രക്തക്കണ്ണുനീരും ഇറ്റിറ്റ് വീഴുന്നു. കാരണം അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട്. യേശു നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു. ആ രക്ഷയുടെ അനുഭവം ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടി അവിടുന്ന് കൂദാശകൾ സ്ഥാപിച്ചു. മനുഷ്യ കൂദാശ ജീവിതം വേണ്ട, പാപത്തിൽ മുഴുകി ജീവിക്കുക മനുഷ്യൻ. ആ മനുഷ്യനെ ഓർത്തിട്ട അമ്മ ഈ കാലഘട്ടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെ കണ്ണുനീര്, രക്തക്കണ്ണീര് ഒപ്പുക എന്നുള്ളതാ നമ്മുടെ ഉത്തരവാദിത്തം. അമ്മയുടെ രക്തക്കണ്ണീര് ഒപ്പുന്ന എങ്ങനെയാ? പ്രാർത്ഥനയിലൂടെ, പരിഹാര ജീവിതത്തിലൂടെ, പ്രായശ്ചിത്ത ജീവിതത്തിലൂടെ. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയാം. സ്വരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയാം. എല്ലാരും ചേർന്നത് പറഞ്ഞ് ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മെ സമ്പൂർണമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്? നമുക്ക് കാണാൻ സാധിക്കും, യേശുവിനെ തന്നെ സമർപ്പിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വ്യക്തിയാണ്. തന്നെ സമർപ്പിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. നമ്മളും പരിശുദ്ധ അമ്മയെ എന്തിനാ കൂട്ടുപിടിക്കണ്ടേ? യേശുവിനെ തന്നെ സമർപ്പിച്ചിട്ടുള്ള സമർപ്പണത്തിന്റെ ഭംഗം വരാത്ത, വൈകല്യമില്ലാത്ത ആത്മാവാണ് പരിശുദ്ധ കന്യാമറിയം. സഭാപിതാക്കന്മാര് പറയുക, സമ്പൂർണ്ണ സമർപ്പണത്തിന് വൈകല്യമില്ലാത്ത ആത്മാവാണ് പരിശുദ്ധ കന്യാമറിയം. എങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, നമ്മളും ഈ സമർപ്പണമുള്ള വ്യക്തികളാ. കുടുംബ ജീവിതം ഒരു സമർപ്പണ, സന്യാസ ജീവിതം ഒരു സമർപ്പണ, പൗരോഹിത്യ ജീവിതം ഒരു സമർപ്പണ എന്ന നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ? ഇതാ കർത്താവ് ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിച്ചു. ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയുണ്ടല്ലോ ഒരു തിരിഞ്ഞോട്ടയില്ല. തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാൻ കർത്താവിനെ കാര്യമായി പരിഗണിച്ചപ്പോൾ തമ്പുരാൻ കർത്താവ് അവളെയും കാര്യമായി പരിഗണിച്ചു. വലതുകരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയാം. എങ്കിൽ പരിശുദ്ധ അമ്മ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാ. നീ നിന്നെ കാര്യമായി പരിഗണിക്കേണ്ട.
ഇതാ നിന്റെ തമ്പുരാൻ കർത്താവ് നീ കാര്യമായിട്ട് പരിഗണിക്കേ. എന്നാൽ തമ്പുരാൻ കർത്താവ് നിന്നെയും കാര്യമായി പരിഗണിക്കാം. നമ്മുടെ ഒക്കെ പ്രശ്നം എന്താ? ഒരു പരിധിവരെ ആരംഭം ഒക്കെ ഉണ്ട് തമ്പുരാൻ കർത്താവിന്റെ കൂടെ. എന്നാൽ ഏതാനും സമയം കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഒരു ഉയർച്ച കിട്ടി, നമ്മുടെ ആ പ്രശ്നം ഒന്ന് തീർന്നു. പിന്നെ നമ്മളായി ഇതാ മുന്നിൽ നിൽക്കുന്നു, തമ്പുരാൻ കർത്താവ് പുറത്തായി. എന്നാ പരിശുദ്ധ അമ്മയുടെ ജീവിതം കാണുക, തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാൻ കർത്താവിനെ കാര്യമായി പരിഗണിച്ചപ്പോൾ തമ്പുരാൻ കർത്താവ് ഈ അമ്മയെയും കാര്യമായി പരിഗണിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. രണ്ടാം നമുക്ക് കാണാൻ സാധിക്കും, എന്തിനാണ് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്? യേശുവിന്റെ ഗുരുനാഥിയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ ഒക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് പറയും. യോഹന്നാൻ ശ്ലീഹ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു. യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് പറയാൻ സാധിക്കും, അവൻ ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. യോഹന്നാൻ ശ്ലീഹ അധികാരമോഹിയായിട്ടുള്ള വ്യക്തിയായിരുന്നു. നമ്മൾ കാണുക, വസ്ത്രത്തെ കാണുന്നുണ്ട്, നിന്റെ രാജ്യത്ത് വരുമ്പോ എനിക്കെവിടെ സീറ്റ്, ഇടത് കിട്ടൂ വലത് കിട്ടുക. അതായിരുന്നു യോഹന്നാൻ ആഗ്രഹിച്ചത്. ഇടതും അല്ലെങ്കിൽ വലത് എനിക്ക് സീറ്റ് കിട്ടണം, മന്ത്രിപദം തന്നെ എനിക്ക് കിട്ടണം. അത് ആഗ്രഹിച്ച് ഒരു അധികാരമോഹിയായി നടന്ന വ്യക്തിയെ യോഹന്നാൻ. എന്നാൽ നമ്മൾ കാണുക, വീണ്ടും ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള വ്യക്തിയെ യോഹന്നാൻ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തി. ഒരു ദേശം യേശുവിനെ ബഹുമാനിക്കാതെ വന്നു കഴിഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു, ആ ജനത്തിന്റെ മുകളിൽ ഇടുത്തി വീഴട്ടെ. ആ ജനത്തിന്റെ മുകളിൽ ഇടുത്തി വീഴട്ടെ. ഇതാണ് യോഹന്നാൻ ആ സമയം പറഞ്ഞ്. കണ്ടോ പ്രിയപ്പെട്ടെ, എന്തൊരു അധികാരമോഹി, ക്ഷിപ്രകോപിയായിട്ടുള്ള വ്യക്തി. എല്ലാത്തിനും ഒരു ലൗകികമായ ഒരു മാനദണ്ഡമായിരുന്നു യോഹന്നാന്റെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ കുരിശൻ ചുവട്ടിൽ വെച്ച് യോഹന്നാന്റെ കരങ്ങളിലേക്ക് യേശു പരിശുദ്ധ അമ്മയെ സമർപ്പിച്ചു. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഈ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പിന്നീട് നമ്മൾ കാണുകയാണ്, ഈ യോഹന്നാനും പരിശുദ്ധ അമ്മയും ഒരേ ഭവനത്തിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കൂടെ യോഹന്നാൻ ജീവിക്കുന്നത്. ഈ സമയത്ത് കാണാൻ സാധിക്കും, മറ്റു ശിഷ്യന്മാർ ഓടിയൊളിക്കുമ്പോഴും ബഹളം വെച്ച് അവർ പേടിച്ച് മുറിയിൽ വാതിലടച്ചിരിക്കുമ്പോഴും യോഹന്നാൻ ഈ അമ്മയുടെ കൂടെയാണ്. അമ്മയുടെ കൂടെ ഏതാനും ദിവസം യോഹന്നാൻ താമസിച്ചു കഴിഞ്ഞപ്പോ ഈ യോഹന്നാന്റെ സ്വഭാവം മാറിയ, ക്ഷിപ്രകോപിയായ യോഹന്നാൻ, അധികാരമോഹിയായ യോഹന്നാൻ പിന്നീട് പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ഇത് മാത്രമാണ് യോഹന്നാന്റെ അധരത്തിൽ നിന്ന് കടന്നു വന്നേ. കാരണം എന്താ? ഈ യോഹന്നാൻ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ, പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് കഴിഞ്ഞപ്പോ പരിശുദ്ധ അമ്മ ഈ മനുഷ്യന്റെ സ്വഭാവത്തെ തന്നെ രൂപപ്പെടുത്തിയ. നമ്മുടെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ചില വ്യക്തികളുണ്ട് ഇതാ എന്ത് ചെയ്താലും ശരിയാവാതെ ജഡീയ ഭാവങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ, ചില പാപബന്ധനങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ, അഹങ്കാരം, അസൂയ, കോപം, ഏതെല്ലാം രീതിയിലുള്ള മൂല പാപങ്ങൾ നിന്നെ വലയം ചെയ്തിട്ടുണ്ടോ, എനിക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. നീ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കേ. അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേ. യോഹന്നാന്റെ സ്വഭാവം മാറ്റിയെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റും. യോഹന്നാന്റെ അധികാരമോഹവും ക്ഷിപ്രകോപിയായിരുന്ന യോഹന്നാൻ, ആ യോഹന്നാൻ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മയും രൂപാന്തരപ്പെടുത്തും. ഈ സമയം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു ജീവിതത്തിൽ മാറ്റം കിട്ടേണ്ട ഒരു മേഖല. ഒരുപക്ഷെ അഹങ്കാരമായിരിക്കാം, കോപമായിരിക്കാം, ചില ചെറിയ പാപങ്ങളായിരിക്കാം, എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അമ്മേനൊന്ന് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സമയം ഒന്ന് രണ്ട് കരങ്ങളും കൊണ്ട് ഉയർത്തുന്ന പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കണം, എന്റെ സ്വഭാവം എനിക്ക് കുറെ നാളുകളായി ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ സ്വഭാവം വിട്ടുമാറുന്നില്ലെന്നേ. അഹങ്കാരം, ദേഷ്യം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, എപ്പോഴും കുറ്റം പറയുന്ന സ്വഭാവം, യോഹന്നാന്റെ സ്വഭാവം ജീവിതത്തെ ഒക്കെ മാറ്റിമറിച്ച പരിശുദ്ധ അമ്മയാണെങ്കിൽ നമുക്ക് ഈ അമ്മയെ കൂട്ടുപിടിച്ചാൽ മതി. മൂന്നാമതായി നമുക്ക് പറഞ്ഞിരിക്കുകയാണ്, ദൈവം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും യോഗ്യതയുള്ള സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയം. നമ്മൾ കണ്ടുമുട്ടുക ഒരുപാട് വ്യക്തികളെ പിതാവായ ദൈവം അന്വേഷിക്കുന്നുണ്ട്. തന്റെ പുത്രന് ജന്മം നൽകാൻ പറ്റിയ ഒരമ്മ ഏതാ? 4000 വർഷത്തോളമായി യഹൂദ സ്ത്രീകള് അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യ, യേശു എന്റെ ഉദരത്തിൽ വന്ന് പിറക്കണം, യേശു എന്റെ ഉദരത്തിൽ വന്ന് പിറക്കണം. 4000 വർഷമായിട്ട് ആ ചിന്തയുമായി ഓരോ യഹൂദ സ്ത്രീകളും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഓരോ യഹൂദ സ്ത്രീകളെ നോക്കിക്കഴിയുമ്പോ ഇത് പറ്റില്ല, ഇവള് പോരാ, ഇവള് പറ്റില്ല എന്നാ പ്രിയപ്പെട്ടവരെ ദൈവം കണ്ടെത്തിയ ഒരു സ്ത്രീയെ, അവളാണ് പരിശുദ്ധ കന്യാമറിയം. ദൈവം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പാത്രമാണ് പരിശുദ്ധ അമ്മ. ദൈവം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും യോഗ്യതയുള്ള സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ അമ്മയെ കൂട്ടുപിടിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകളും നമുക്ക് ലഭിക്കുമെന്ന് സഭാപിതാക്കന്മാര് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നാലാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവം മുദ്ര വെച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. നാലാമത്തെ എന്താ? ഉറക്കൊന്ന് പറഞ്ഞേ. ദൈവം മുദ്ര വെച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, നമ്മൾ കാണുക ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, എന്റെ മണവാട്ടി അടച്ചിട്ട ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ. എന്റെ മണവാട്ടി അടച്ചിട്ട ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ. കണ്ടോ, പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം വിശേഷിപ്പിക്കുന്നത്. എന്റെ മണവാട്ടി അടച്ചിട്ട ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ. പറഞ്ഞു തരിക, ഈ മുദ്ര വെച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ, അതിനകത്ത് ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? പരിശുദ്ധ ത്രിത്വമുണ്ട്. അപ്പൊ പരിശുദ്ധ അമ്മയിലേക്ക് ഞാനും നിങ്ങളുമെല്ലാം പ്രവേശിച്ചു കഴിയുമ്പോ നമ്മൾ ചിന്തിക്കണം, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആരിലേക്കാണ് കയറുന്നത്? ആ മറിയത്തിന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ദൈവം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധത്വമുണ്ട്. പരിശുദ്ധത്വത്തിലേക്കാണ് ഞാനും നിങ്ങളുമെല്ലാം അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അമ്മയുടെ ഹൃദയത്തിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആരോ ഉള്ള? അമ്മയുടെ ഉള്ളിലെ ദൈവമുള്ള, ദൈവം മുദ്ര വെച്ചവളാ, ഇനി വേറെ ആരും അതിനകത്തില്ല. ദൈവം മുദ്ര വെച്ച സ്ഥലത്ത് അവളാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവമുണ്ട്. ദൈവം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ ത്രിത്വമുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം മുദ്ര വെച്ച സ്ത്രീയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് കയറിക്കോ. അവിടെ പരിശുദ്ധ ത്രിത്വമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഒന്നാം വരവിൽ മീഡിയേറ്റർ ആയിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് യേശു വരുവാൻ വേണ്ടി ദൈവം 4000 വർഷത്തോളം അന്വേഷിച്ചു. എനിക്ക് എന്റെ പുത്രൻ ജന്മം നൽകാൻ പറ്റിയ സ്ത്രീ ആരാ? ദൈവം കണ്ടെത്തി പരിശുദ്ധ അമ്മയെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഒന്നാം വരവിൽ പരിശുദ്ധ അമ്മ മീഡിയേറ്റർ ആയിരുന്നുവെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവിലും പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും മീഡിയേറ്റർ. ഹല്ലേലൂയ. യേശുവിന്റെ രണ്ടാം വരവിൽ സഭയെ നയിക്കുന്ന വ്യക്തിയായിരിക്കും പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധ്യം ഉണ്ടാവണം, അമ്മയോട് ചേർന്ന് ജീവിക്കണം, അമ്മയുടെ കരങ്ങൾ പിടിക്കണം,
അമ്മയെ മുറുകെ പിടിക്കണം മക്കളെ. എങ്കിൽ യേശുവിന്റെ രണ്ടാം വരവിനായി സഭയെ ഒരുക്കുന്ന വ്യക്തിയാ. യേശുവിന്റെ രണ്ടാം വരവിനായി നമ്മെ ഓരോരുത്തരെയും ഒരുക്കും പരിശുദ്ധ അമ്മ. ഒരാത്മാവും നശിച്ചു പോകാതിരിക്കാൻ, ഒരു കുടുംബവും നശിച്ചു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ ഒരുക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, പിശാചിന് അധികാരമില്ലാത്ത ഏക സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയാം. മനുഷ്യന്റെ മേൽ പിശാചിന് അധികാരമുണ്ട്, വ്യക്തികളുടെ മേൽ പിശാചിന് അധികാരമുണ്ട്, വസ്തുക്കളുടെ മേൽ പിശാചിന് അധികാരമുണ്ട്, ചില സ്ഥലങ്ങളുടെ മേൽ പിശാചിന് അധികാരമുണ്ട്. എന്നാൽ പിശാചിന് അധികാരമില്ലാത്ത ഏക വ്യക്തി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയാ. കാരണം എന്താ? പരിശുദ്ധ അമ്മയെ പിശാചിനെ തൊടാൻ സാധിക്കുകയില്ല. കാരണം മറിയത്തിന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ദൈവം എവിടെയുണ്ടോ അവിടെ പരിസ്ത്രീത്വമുണ്ട്. പിശാചിന് വ്യക്തികളുടെ മേൽ അധികാരമുണ്ട്, വസ്തുക്കളുടെ മേൽ അധികാരമുണ്ട്. എന്നാൽ നമ്മെ പിശാച് തൊടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് കയറുക. നമ്മൾ നോക്കണം. വചനം എടുത്തോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഉള്ളവരൊന്ന് വചനം എടുത്തോ. വെളിപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം എടുത്തൊന്ന് വായിച്ചേ. വെളിപ്പാട് 12:17. ഹല്ലേലൂയ. ഒന്നുകൂടി ആ വചനം വായിച്ച്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. അപ്പോൾ സർപ്പം എന്ന് പറയുന്ന വെളിപാട് പുസ്തകം പറയുന്ന സർപ്പാര പിശാചിന് നേരെ. അപ്പോൾ സർപ്പം പിശാച് സ്ത്രീയുടെ നേരെ കോപിച്ചു. വെളിപാട് പുസ്തകം പറയുന്ന സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മയുടെ നേരെ കോപിച്ചു. സർപ്പം പരിശുദ്ധ അമ്മയുടെ, സാത്താൻ പരിശുദ്ധ അമ്മയുടെ നേരെ കോപിച്ചു. തുടർന്ന് പറയുകയാണ്, എന്താ വചനം വായിച്ചേ? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു. ദൈവകൽപ്പന അനുസരിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ പരിശുദ്ധ അമ്മയുടെ സന്താനങ്ങൾ ആരാ? നമ്മൾ ഓരോരുത്തരോടും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവര് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ പരിശുദ്ധ അമ്മയുടെ മക്കൾ ആരാ? നമ്മളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആരിറങ്ങി തിരിച്ചേക്കുക? പിശാച് ഇറങ്ങി തിരിച്ചേക്കുക. പിശാച് അതിലെ. അപ്പോൾ സാത്താൻ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇതാ സാത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഈ സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആയുധമാണ് മക്കളെ ജപമാല. ജപമാല എവിടെ മുറിയുന്നുണ്ടോ അവിടെ പിശാച് നുഴഞ്ഞു കയറും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ജപമാല മുറിഞ്ഞ പിശാച് നുഴഞ്ഞു കയറും. ഒന്ന് പറഞ്ഞേ. ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും. സംശയത്തിന്റെ വേരുകൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ. എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നേ? നമ്മുടെ കുടുംബത്തിൽ പിശാച് കയറുന്നത് ജപമാല മുറിയുമ്പോഴാ പിശാച് കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും കുടുംബങ്ങൾ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു, സമാധാനം ഇല്ലാത്ത അവസ്ഥ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ. ആ കുടുംബം ഒന്ന് തിരിച്ചറിഞ്ഞു. ആ കുടുംബത്തിൽ ജപമാല മുറിഞ്ഞപ്പോഴല്ലേ പിശാച് ആ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു സംഭവം പറയാം. അച്ഛന്മാരുടെ വലിയ സങ്കടം എന്ന് പറഞ്ഞ് അങ്ങനെ എന്താ അച്ഛന്മാർക്ക് സങ്കടമുള്ളതല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കും. അച്ഛന്മാർക്ക് എന്താ സങ്കടമുള്ള? വളരെ സുഖാണെന്നൊക്കെ വിചാരിക്കും. എന്നാൽ അച്ഛന്മാരുടെ സങ്കടം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കാണുന്ന പോലത്തെ സങ്കടമല്ല അച്ഛന്മാരുടെ സങ്കടം. എന്റെ ഒരു സങ്കടം അച്ഛൻ ഞാൻ പറയാം. ഞാന് ഒരു തൃശ്ശൂർ രൂപതയിലെ ഒരു പള്ളിയിൽ വിവാഹം ആസ്വദിച്ചു. വിവാഹത്തിന് വന്നിരിക്കുന്ന അൾത്താരയിൽ വന്നിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ദമ്പതികൾ എന്ന് പറയുന്നത് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഭാര്യയും ഡോക്ടർ, വരനും ഡോക്ടർ, വധുവും ഡോക്ടറായിട്ടുള്ള വ്യക്തി.
കല്യാണത്തിൽ വന്നിരിക്കും പള്ളി നിറയെ ഭൂരിഭാഗം പേരും ഡോക്ടേഴ്സ്, ഇവരെ കൂടെ പഠിച്ചിരിക്കുന്ന വ്യക്തികള് രണ്ടുപേരും MBBS MD കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ബുദ്ധിയുടെ കുറവുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? രണ്ടുപേരും പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജ്വല്ലറിയുടെ പരസ്യം പോലെയാ. സ്വർണ്ണൊക്കെ ഇങ്ങനെ എല്ലാം തൂക്കിയിട്ട് അവിടെ ഇങ്ങനെ വന്ന് അത്താഴയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ജ്വല്ലറിയുടെ പരസ്യം. അതിനുശേഷം രണ്ടുപേരും വളരെ സ്മാർട്ടായിട്ടുള്ളത്. അച്ഛൻ അവിടെ കല്യാണം കെട്ടിച്ചു കൊടുക്കുന്നു. ഞാനും മനോഹരമായിട്ട് അവരെ കുറിച്ച് പ്രസംഗമൊക്കെ പറഞ്ഞു. നല്ല മിടുക്കരായ വ്യക്തിയാ, നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരാ. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, അവര് കല്യാണം കഴിഞ്ഞു. ആ ദിവസങ്ങളിൽ അച്ഛനെ കണ്ട് നന്ദി പറയാനൊക്കെ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടി എന്റെ അടുക്കൽ വന്നേക്കുക. അച്ഛാ, ചിരിച്ചോണ്ട വന്നിട്ട് പറയുന്നത്, അച്ഛാ ഞങ്ങള് സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അച്ഛാ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവര് വളരെ ചിരിച്ച് കൂളായിട്ട് എന്റെ അടുത്ത് വന്ന് പറയാ, അച്ഛാ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. ഇത് കേട്ട് കഴിയുമ്പോ അച്ഛന് ഇടിവെട്ടേറ്റതുപോലെയായി. കാരണം ഞാൻ ചെയ്തൊരു തെറ്റ് അവിടെ കല്യാണം കെട്ടിച്ചു കൊടുത്തു എന്നുള്ളതാ. ഞാൻ അത്രയും സ്വപ്നം കണ്ട നല്ല മക്കളാണല്ലോ, രണ്ടുപേരും ഡോക്ടേഴ്സ് ആണല്ലോ, നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നല്ല കത്തോലിക്ക വിശ്വാസം വളർന്നു വന്നതാണല്ലോ. ഞാൻ ഈ കൊച്ചുങ്ങളോട് ചോദിച്ചു, എന്തു പറ്റി മക്കളെ? ഞാൻ വേദനയോടാ, എനിക്കൊരു ഷോക്കേറ്റ് പോലെ, എന്തു പറ്റി മക്കളെ? ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ പറയാണ്, അച്ഛാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ട് ഒരു ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്നേ. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയാ, മക്കളെ നിങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി കൊന്തയിൽ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഈ വ്യക്തി പെൺകൊച്ചനോട് പറഞ്ഞു, അച്ഛാ ആദ്യ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് രണ്ടുപേരും ജോലിയുടെ ഷിഫ്റ്റ്, ഡ്യൂട്ടി കാര്യങ്ങള്, അവിടുത്തെ ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം വന്നു കഴിയുമ്പോ പലപ്പോഴും 2 നേരങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ ഡ്യൂട്ടി കാര്യങ്ങൾ കിട്ടുന്നത്. അതുപോലെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ജോലി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് കുറച്ചേരൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ കൊച്ചുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു, പക്ഷെ നിങ്ങൾ അച്ഛന് 1 മാസം തരണം, അച്ഛന് 1 മാസം തരണം. അത് കുഴപ്പമില്ല അച്ഛാ, ഡിവോഴ്സൊക്കെ തീരാൻ വേണ്ടി 5-6 മാസം എടുക്കും അച്ഛൻ ഒന്നിക്കൂടെ 1 മാസം തരാം. ഞാൻ ആ സമയത്ത് ഈ കൊച്ചുങ്ങളോട് ചോദിച്ചു, അതല്ല മക്കളെ അച്ഛൻ ആവശ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, 1 മാസത്തേക്ക് രണ്ടുപേരും ലീവ് എടുത്ത് എന്റെ കൂടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിക്കണം. അപ്പൊ അവര് പറഞ്ഞു, അതൊന്നും സാധിക്കുന്ന കാര്യമില്ല അച്ഛാ, അതൊന്നും പറ്റില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്, ഞങ്ങളുടെ കീഴിൽ ഇത്ര പേഷ്യൻസ് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ജോലിക്ക് അവിടെ ചെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യും. മാത്രമല്ല ഞങ്ങൾ അവിടെ ജോലി ചെയ്തില്ലെങ്കിൽ അടുത്ത ബുദ്ധിമുട്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ലീവ് തരാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി ലീവൊന്നും എടുക്കാൻ പറ്റുന്ന കാര്യമില്ല അച്ഛാ, 1-2 ദിവസമൊക്കെ പിന്നെയും ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല 1 മാസത്തേക്ക് നിങ്ങൾ ലീവ് എടുക്കണം. അതിനുശേഷം ഇവര് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്കറിയാം. ഞാൻ അവിടുത്തെ ഡയറക്ടേഴ്സിനെ വിളിക്കുകയാണ്. 2 സ്ഥലത്തെയും ഡയറക്ടേഴ്സിനെ വിളിച്ചു. ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ മക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവർ നേരെയാക്കി, നിങ്ങൾ എനിക്ക് 1 മാസം എനിക്ക് ലീവ് തരണം, തന്നേ പറ്റൂ. ഈ സമയത്ത് 2 ഡയറക്ടേഴ്സും മനസ്സില്ലാ മനസ്സോടുകൂടെ അവർക്ക് ലീവ് ഗ്രാന്റ് ചെയ്ത് കൊടുക്കുക. 2 പേരും ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ 1 മാസം ഇവരെ എന്ത് ചെയ്തു എന്നറിയോ? അവർക്ക് 2 പേർക്കും ഒരു മുറി കൊടുത്തു. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8:30 ആകുമ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന ഒരു ചാപ്പലിൽ എഴുന്നള്ളിച്ചു വെക്കും. അതിനുശേഷം ഈ മക്കളോട് പറയും, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ 2 മക്കളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട അത്ഭുതം എന്താണെന്നറിയോ? ഇവർ 2 പേരും ഇത്രയും കഴിഞ്ഞ് 6 മാസമായി വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക്
അവർ ചെല്ലേണ്ടിയിരുന്ന ജപമാല പ്രാർത്ഥനകളെല്ലാം മുറിഞ്ഞു പോയിട്ടുണ്ട്. അതിന് പരിഹാരം ചെയ്ത ആ മക്കൾ എല്ലാ നേരവും ആ ചാപ്പലിരുന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. തീഷ്ണതയോടുകൂടിയ അവർ ചെല്ലുന്ന കാണുന്നേ. പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ അവർക്കൊരു കുറവുമില്ല. തീഷ്ണതയോടുകൂടി അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഇതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോ 2 കൊച്ചുങ്ങളും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സോറി അച്ഛാ, ഞങ്ങൾ ഇനി ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളെല്ലാം പിന്മാറിയിരിക്കുന്നു. കരങ്ങളടിച്ചത് കർത്താവ് നന്ദി പറഞ്ഞു. പരിശുദ്ധമ്മ അപ്പോൾ വചനം പറയാ, അപ്പോൾ സർപ്പ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക. പിശാച് ഇറങ്ങി തിരിച്ചിരിക്കുക. നല്ലപോലെ കുടുംബങ്ങളെ തകർക്കാൻ, നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ദമ്പതികളെ തകർക്കാൻ വേണ്ടി പിശാച് ഇറങ്ങി തിരിച്ചിരിക്കുക. എന്നാൽ പിശാചുമായുള്ള പോരാട്ടത്തിൽ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആയുധമാ ജപമാല മുറിഞ്ഞു. അവിടെ പിശാച് നുഴഞ്ഞു കയറും. നമ്മുടെ കുടുംബങ്ങളെ കാണാൻ സാധിക്കും. അസ്വസ്ഥകൾ, പീഡകൾ, സംശയങ്ങൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ എന്നുണ്ടായേ എന്റെ കുടുംബത്തിൽ ജപമാല മുറിഞ്ഞപ്പോഴാ പിശാച് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. എന്നാൽ പിശാച് ഏറ്റവും ഭയപ്പെടുന്ന വ്യക്തിയാണ്, യേശു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മ, ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ, നമ്മുടെ കുടുംബം തകരില്ല. നമ്മുടെ കുടുംബങ്ങളെ അസ്വസ്ഥകൾ, പീഡകൾക്കെല്ലാം അവിടെ വിടുതലും വിമോചനവും നമുക്ക് കാണാൻ സാധിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഈ മരിയൻ കൺവെൻഷൻ നമുക്ക് പറഞ്ഞു തരിക, എന്തിനാ നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. 7-ാമതായി പറയുന്നു, മറിയം കൃപാവര പൂർണ്ണയാണ്. മറിയം കൃപാവര പൂർണ്ണയാണ്. പുത്രനിൽ എല്ലാ പുണ്യങ്ങളും ഉണ്ട്. എന്നാൽ പുത്രൻ എല്ലാ പുണ്യങ്ങളും പരിശുദ്ധ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പലരും വിമർശിക്കാറുണ്ട്, യേശുവാണല്ലോ ഏക മധ്യസ്ഥൻ, മറിയത്തിന് മാധ്യസ്ഥം ആവശ്യമുണ്ടോ? യേശുവാണ് ഏക മധ്യസ്ഥൻ, മറിയത്തിന് മാധ്യസ്ഥം നമുക്ക് ആവശ്യമുണ്ടോ? അതേ പ്രിയപ്പെട്ടവരെ, യേശു തന്റെ പീഡാസഹനത്തിലൂടെ കുരിശു മരണത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്നുവെങ്കിൽ ആ രക്ഷയുടെ വിതരണക്കാരിയായി സ്വർഗം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് റേഷൻ കടയിൽ എല്ലാ സാധനവും കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെ വിതരണക്കാരനായ ഒരു വ്യക്തിയുണ്ട്. ആ വിതരണക്കാരൻ വിതരണം ചെയ്താൽ നമുക്ക് അരിയും പഞ്ചസാരയും സോപ്പൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ സ്വർഗത്തിന്റെ എല്ലാ രക്ഷയും നമുക്ക് ലഭിക്കുവാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ പൂർണ്ണയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ ദാനങ്ങൾ മറിയത്തിന്റെ കൈകളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അമ്മയെ വിളിച്ചോ, സ്വർഗത്തിന്റെ ദാനങ്ങൾ, ദൈവത്തിന്റെ കൃപാവരം മറിയത്തിന്റെ കരങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും നമുക്ക് പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാല പ്രേക്ഷിതരെ ഒരുക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. സഭ അന്ത്യകാല പ്രേക്ഷിതരെ നയിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആദിമ സഭയെ വെല്ലുന്ന വിശുദ്ധാത്മാക്കൾ അന്ത്യകാല സഭയിൽ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലേ, കേരള സഭയിൽ നിന്ന് പോലും ആദിമ സഭയെ വെല്ലുന്ന രീതിയിലുള്ള വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലേ. ഒരു പെൺകൊച്ച്, അവളുടെ പേര് ഞാൻ മറന്നുപോയി, അവള് കോളേജ് ലെക്ചറൊക്കെ ആയിരുന്നു. ക്യാൻസർ ബാധിച്ച് മരിച്ചു. അവളുടെ ശരീരം ക്യാൻസർ രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവൾ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങരുത് എന്ന്. വിശുദ്ധിയോടുകൂടി ജീവിച്ച ജീസസ് യൂത്തിലെ ആ മകള്, എന്താ അവളുടെ പേര്, അച്ഛന ആ പെൺകൊച്ച് ആഗ്രഹിച്ചു വിശുദ്ധ കുർബാന മുടങ്ങരുത് എന്ന്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആദിമസഭയിൽ വിശുദ്ധാത്മാക്കളെ വെല്ലുന്ന വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയിൽ നിന്ന് ഉണ്ടായിരിക്കുക. അന്ത്യകാല സഭയിൽ ഇങ്ങനെയാണ് മിഷണറിമാരായ വ്യക്തികൾ ഇങ്ങനെയാണ് പറയുന്നത്. അന്ത്യകാല സഭയിൽ ഒരുപാട് പീഡനങ്ങൾ കടന്നു വരും. ഒരുപാട് വ്യക്തികൾ ഈ സഭയിൽ നിന്ന് വിട്ടുപോകും. അന്ത്യകാല സഭയിൽ ഒരുപാട് വിമർശനങ്ങൾ കടന്നു വരും. എന്നാൽ മറിയത്തിന്റെ സൈന്യം മാത്രമാണ്
മറിയ ഭക്തരായ വ്യക്തികൾ മാത്രമാണ് അന്ത്യകാല സഭയിൽ പിടിച്ചു നിൽക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്തിൽ വിശ്വാസം നിലനിൽക്കണമോ, മറിയത്തിന്റെ സൈന്യനിരയെ, മറിയത്തിന്റെ സൈന്യത്തിൽ അംഗമാകുക. അന്ത്യകാല സഭയിൽ ഒരുപാട് പേര് വിശ്വാസം വിട്ടുപോകും, ഒരുപാട് വെല്ലുവിളികൾ കടന്നു വരും. അന്ത്യകാല സഭയിൽ ഒരുപാട് പേര് വഴിതെറ്റിപ്പോകും, ഒരുപാട് പേര് വഞ്ചിതരായി തീരും. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരുപാട് പേര് വഴിതെറ്റിപ്പോകുന്നു, തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നു. അന്ത്യകാല സഭയിൽ ഒരു സഭ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ത്യകാല സഭയിൽ പിടിച്ചു നിൽക്കുന്ന ആരാണെന്നറിയോ? മറിയത്തിന്റെ സൈന്യമായിരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിന്റെ സൈന്യമായി നമുക്ക് മാറണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഓർക്കണം, അച്ഛൻ ഏതാനും കാലം അമേരിക്കയിലുണ്ടായിരുന്നു. എന്റെ ഇടവദിവാലയത്തിലെ ഒരു സ്ത്രീ, വലിയ മരിയഭക്തിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുക. ആ സ്ത്രീയെ മാതാവിനിങ്ങനെ മുറുകെ പിടിച്ച് ഏത് സമയവും മാതാവിന്റെ കരം പിടിച്ച് ജീവിക്കുന്നൊരു സ്ത്രീ. ആ സ്ത്രീയുടെ പേര് റീത്ത ഫിറ്റ്സ് പാട്രിക് എന്നാണ്, അമേരിക്കക്കാരി ആ സ്ത്രീ. ആ സ്ത്രീ പറയാണ്, എന്റെ അമ്മ എന്നെ കുഞ്ഞുനാൾ മുതൽ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. സ്കൂളിലേക്ക് പോകുമ്പോ അമ്മ പറഞ്ഞിട്ടുണ്ട്, മോളെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ, എങ്കിൽ പാപത്തിൽ വീഴില്ല, വിശുദ്ധിയോടുകൂടി ജീവിക്കാം. അവൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷം അവൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇതിനുശേഷം വീണ്ടും അവൾ ഒരു ജീവിത പങ്കാളിയായി ഒരു വ്യക്തിയെ കിട്ടിയിരിക്കുന്നു. ആ സമയത്ത് അവളും അവളുടെ ജീവിത പങ്കാളി ഭർത്താവും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. മരിയഭക്തിയായൊരു സ്ത്രീ റീത്ത ഫിറ്റ്സ് പാട്രിക്. അതിനുശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെയും അവർ മരിയഭക്തി തന്നെ വളർത്തിക്കൊണ്ടുവന്നു. നാളുകൾ കഴിഞ്ഞു. അവൻ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ പട്ടാളത്തിൽ ചേരാൻ തീരുമാനിച്ചു. എന്റെ ഇടവക്കാര, അവൻ അമേരിക്കൻ മിലിറ്ററിയിൽ ചേർന്നു. അങ്ങനെ അമേരിക്കൻ മിലിറ്ററിയിൽ ചേർന്ന് അവനൊരു സൈനിക ഉദ്യോഗസ്ഥനായി അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇറാൻ കുവൈറ്റ് വാർ നടക്കുന്നത്. ആ സമയത്ത് ഇവനും പോയിരിക്കുകയാണ് കുവൈറ്റിലേക്ക്, അമേരിക്ക സൈനികനായിട്ട് ചെന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനായിരുന്ന ആ ഇടവ ദേവാലയത്തിൽ ഒരു ധ്യാനം നടക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ധ്യാനം നടക്കുന്നു. അങ്ങനെ രാവിലെ 9 മണിക്ക് ധ്യാനം ആരംഭിച്ചു. ഒരു 3 മണിയായപ്പോഴത്തേനും ധ്യാനം തീർന്നു. ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛന്റെ അടുത്ത് എന്ന് ഈ അമ്മ പറഞ്ഞു, എന്റെ മോൻ യുദ്ധഭൂമിയിലാ, അവൻ പട്ടാളക്കാരനാ, അവൻ കുവൈറ്റിൽ പോയിരിക്കുകയാണ് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി. എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ധ്യാനഗുരുവായ വൈദികൻ ചെയ്ത് എന്താണെന്നറിയോ? പരിശുദ്ധ കുർബാന അൾത്താരെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പറഞ്ഞു, അമ്മ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് തന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അമ്മ അന്ന് ആ രാത്രി മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് തന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം സംഭവം അങ്ങനെ. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ, 2 ആഴ്ച കഴിഞ്ഞപ്പം മകന്റെ ഒരു കത്താണെന്ന് വരുന്നത്. കുവൈറ്റ് വാർ ആ കാലഘട്ടത്തിൽ മകന്റെ ഒരു കത്ത് വരികയാണ്. ആ കത്തിനകത്ത് ആ മകൻ എഴുതിയിരിക്കുക, 2 ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു ബോംബ് സാധനം എന്തോ വീണു, യുദ്ധഭീഷണി കാര്യങ്ങളൊക്കെ ആയി, ഞാനിങ്ങനെ പൊടിയിൽ പെട്ടുപോയി. എന്നാൽ ആ സമയത്ത് ഒരു പ്രത്യേകമായൊരു സ്വരം ഞാൻ കേൾക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത്ഭുതകരമായ രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് അമ്മയോട് ഈ മകൻ പറയുക. ആ സമയത്ത് അമ്മ തിരിച്ചറിയുക, അമ്മ സക്രാരിക്ക് മുമ്പിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈശോയെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആ യുദ്ധഭൂമിയിൽ ആ ബോംബ് വർഷിക്കപ്പെട്ടത്. അവിടെ മുഴുവൻ പൊടിപടലങ്ങൾ പരന്നു. പക്ഷെ ഈ മകൻ എങ്ങനെയോ കേൾക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ അമ്മ ഈ ആലയത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധഭൂമിയിൽ കിടക്കുന്ന ആ മകൻ അവിടെ രക്ഷപ്പെടുക. ഈ അമ്മ എന്നോട് പറയുക,
എനിക്ക് ഈ അമ്മേനെ മറക്കാൻ പറ്റുമോ? ഈ അമ്മേനെ എനിക്ക് വിട്ടുകളയാൻ സാധിക്കുമോ? റീത്ത ഫിസ് പാട്രിക് എന്ന് പറയുന്ന അമേരിക്കക്കാരി പറയുക, ഞാൻ ഒരിക്കലും ഈ അമ്മയെ വിട്ടുകളയില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഈ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചോ. ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം കാണാൻ സാധിക്കും. സഭയെ തകർക്കാൻ തിന്മയുടെ ശക്തികൾ ഒരുമിച്ച് വലം വെച്ചപ്പോഴാ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നത്. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തികൾക്ക്, അന്ധകാര ശക്തികൾക്ക് എതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. എവുപ്രാസീമിയയുടെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇനി ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, ഈശോയിലും മാതാവിനും ഉപേക്ഷിച്ചാൽ മതി. ആ സമയത്ത് എവുപ്രാസീമ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് യേശു മാതാവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ സഭയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പിശാചുകളെ പുറത്താക്കിയ വൈദികരുണ്ട്. ഈ വൈദികൻ ഏറ്റവും കൂടുതൽ പിശാചിനെ ഒഴിവാക്കിയത് ഗബ്രിയേൽ ആമോത്ത് എന്ന് പറയുന്ന വൈദികൻ ഏറ്റവും കൂടുതൽ പിശാചുകളെ ഒഴിവാക്കിയത് ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട ഏറ്റവും കൂടുതൽ പിശാചുകളെ പുറത്താക്കിയിട്ടുള്ളത്. മിസ്റ്റർ ഡൊമിനിക് അൽബേജിയൻ പാഷണതയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം ദിവ്യകാരണത്തിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തും. സഭ തകർന്നു പോവുകയാണല്ലോ, അനേക മക്കൾ വിശ്വാസത്തിൽ നിന്ന് ഓടിപ്പോകുകയാണല്ലോ. ആ സമയം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ മിസ്റ്റർ ഡൊമിനിക് ഒരു ആയുധം കൊടുക്കുക, അതാ ജപമാല. മിസ്റ്റർ ഡൊമിനിക് തന്റെ കരങ്ങളെ ആ ജപമാല എടുത്ത് പിടിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, ജപമാല ഭക്തി പ്രചരിപ്പിച്ചു. അൽബേജിയൻ ഭാഷത അവിടെ നിന്ന് വിട്ടുപോകുക. വീണ്ടും നമ്മൾ കാണുക, യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ ഭയചകിതരായിരിക്കുക. ആ സമയത്ത് പരിശുദ്ധ അമ്മയെ അവരെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയും സ്നേഹന്മാരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പ്രതിസന്ധികളുടെ നിമിഷങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാ നമ്മുടെ രക്ഷ. പരിശുദ്ധ അമ്മയെ മക്കളെ നമ്മുടെ രക്ഷ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു തരിക, നിന്റെ കുടുംബം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ? നീ ഒരു തീരുമാനം എടുക്കുക. ജപമാല മുറിയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക. 4 ജപമാല ഒരു ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിച്ച, നീ ഈ സമയം എന്ത് കാര്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, അത് അത്ഭുതം നടക്കും മോളെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ. ചില കുടുംബങ്ങളിൽ നാളുകളായി നോക്കിക്കഴിഞ്ഞിട്ടും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ഒന്നും ശരിയാവാത്ത അവസ്ഥ, മക്കളെ വിവാഹം നടക്കാത്ത അവസ്ഥ, പഠിച്ച് ജോലിയില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, മദ്യപാനത്തിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ. നീ ത്യാഗത്തോടുകൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പലപ്പോഴും ധ്യാനങ്ങളിൽ പറയാറുണ്ട്, രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ഒരു കുടുംബം എന്റെ അടുത്ത് വന്നിട്ട് പറയുക, അച്ഛാ, ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങൾ സമ്പാദിച്ച മുഴുവൻ ഏക മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു. ഇപ്പൊ ആ മകന് വിശ്വാസമില്ല, കൂദാശ ജീവിതമില്ല, ഡ്രഗ്സ് അഡിക്റ്ററായിരിക്കുന്ന അവസ്ഥയാ. ഞങ്ങൾ എന്താ ചെയ്യാ? ആ സമയത്ത് ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ അമ്മ 4:30 മണിക്ക് എഴുന്നേക്കും, അമ്മയും അപ്പനും കൂടി ഏക മകന് മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി. അവൻ ഡ്രഗ് അഡിക്റ്ററാ, അതൊരു മോചനം കിട്ടാൻ വേണ്ടി. ഈ അമ്മ 28 ദിവസം തുടർച്ചയായി പുലർച്ചെ 4:30 എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാണാൻ സാധിച്ചു, 28ാമത്തെ ദിവസം ആ മകൻ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മേ, എനിക്കൊരു ജപമാല തരാമോ? ആ സമയത്ത് ഈ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കിപ്പോ ഈ ജപമാല? അപ്പൊ ആ മകൻ പറയുക, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ജപമാല ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ജപമാല ഇങ്ങനെ തൂക്കി കാണിച്ചോണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ജപമാല ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോ ആ ജപമാല മുകളിലേക്ക് പൊങ്ങിപ്പോകുക. പിന്നീട് ഈ അമ്മ പറയുക, എന്റെ മോൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു, എന്റെ മോൻ ഡ്രഗ് അഡിക്റ്റർ ആയിരുന്നു,
അമ്മ രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോ ആ മകന്റെ ജീവിതം മാറി. വചനം ഓർമ്മിപ്പിക്കുക. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. ദൈവകൽപ്പന അനുസരിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടേക്കുക. ഓരോ കുടുംബങ്ങളെ പിശാച് നോക്കുന്നുണ്ട്. പിശാചുമായുള്ള പോരാട്ടത്തിൽ ഒരു ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ആയുധ ജപമാല മുറിയരുത് മക്കളെ. രണ്ടു കരങ്ങളെ യാചനാരൂപത്ത് തുറന്നു പിടിച്ചു. ദൈവത്തിന് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ പരിശുദ്ധ അമ്മ. വീണ്ടും കാണാൻ സാധിക്കും യോഹന്നാന്റെ സ്വഭാവം തന്നെ മാറ്റിയെടുത്ത വ്യക്തിയാ പരിശുദ്ധ അമ്മ. ദൈവം തെരഞ്ഞെടുത്തതിൽ വെച്ച് ഏറ്റവും യോഗ്യതയുള്ള സ്ത്രീയാ പരിശുദ്ധ അമ്മ. ദൈവം മുദ്ര വെച്ചവളാ പരിശുദ്ധ അമ്മ. പിശാച് തൊടാൻ ധൈര്യമില്ലാത്ത ഏക വ്യക്തിയെ പരിശുദ്ധ അമ്മ. യേശുവിന്റെ ഒന്നാം വരവിൽ മീഡിയേറ്റർ ആയിരുന്നു പരിശുദ്ധ അമ്മയെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവിലും പരിശുദ്ധ അമ്മ തന്നെയാ മീഡിയേറ്റർ. ഈ അമ്മയെ കൂട്ടുപിടിച്ച മക്കളെ, അന്ത്യകാല സഭയിൽ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് സഭയെ തകർക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. എന്നാൽ ആരാ ഉണ്ടാവുക? മറിയത്തിന്റെ സൈന്യം. നമുക്കൊരു മറിയത്തിന്റെ സൈന്യമായി മാറാം, മറിയത്തിന്റെ സൈന്യനിരയായി മാറാം. രണ്ട് കരങ്ങളെ കൊണ്ട് ഉയർത്തി കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച മക്കളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അനുഭവിച്ചു. ഇന്ന് പരിശുദ്ധ അമ്മയുടെയും മരിയം കൺവെൻഷൻ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകും, അടയാളങ്ങൾ സംഭവിക്കാൻ പോകും. കർത്താവിനെ അങ്ങനെ നീണ്ടുവരിക. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ ഈ ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണീരോടുകൂടെ വിളിച്ച രക്തക്കണ്ണുനീര് പരിശുദ്ധാമ്മയുടെ കാണാൻ അനേകം മിഷണറിമാർക്ക് അവിടുന്ന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നീയും വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മയെ ആശ്വസിപ്പിക്കേണ്ട ദൗത്യം നിരക്കാം. പ്രാർത്ഥനയിലൂടെ, ദാസ്യത്വ ജീവിതത്തിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മയെ ആശ്വസിപ്പിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കുക മക്കളെ. അമ്മേ, അമ്മേ, വിളിച്ച് പ്രാർത്ഥിച്ചേ. കരകളടിച്ച് സൈന്യാധിപേ, സൈന്യാധിപേ, മുന്നിലിന്റെ പേര് തെളിക്കാം. സൈന്യാധിപേ, സൈന്യാധിപേ, മണ്ണിലിന്റെ പേര് തെളിക്കാം. ഓരൊരിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് കുസുമരച്ചോട്ടിൽ പറക്കാം. ഓരൊരിക്കും ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് കുസുമരച്ചോട്ടിൽ കൃപ ധരിക്കും. അമ്മയോടു കൂടെ ജോലിക്കും. കൃപ ധരിക്കും. അമ്മയോടു കൂടെ ജോലിക്കും. രോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ രോഗങ്ങൾ മാറിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ ദുഃഖങ്ങൾ നീങ്ങിപ്പോകുന്നേ. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ അമ്മയോടൊപ്പം യേശുവിനെ ആരാധിക്കട്ടെ. സ്തുതിക്കട്ടെ. ദൈവശക്തി നിറയട്ടെ, ആത്മശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാശക്തി നിറയട്ടെ. യോഗ്യരായ മക്കളിലേക്ക് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. എന്ത് നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന മക്കളാണ്. സ്വർഗത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത മാധ്യസ്ഥമാണ് അമ്മയുടെ മാധ്യസ്ഥ. അമ്മേ
അമ്മേ, സഭപാൽ മണിയിലൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അമ്മേ, ഞങ്ങളെ ആശുപത്രിക്ക് അനുഗ്രഹിക്കുക. കരങ്ങളടിച്ച്